റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന വീഡിയോ സീരീസിൻ്റെ 12ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 192 AD അല്ലെങ്കിൽ 192 CE ഡിസംബർ മാസം 31-ാം തീയതിയാണ് കോമഡസ് ചക്രവർത്തി മരണമടയുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത്. തൊട്ടടുത്ത മാസം തന്നെ, അതായത് 193 AD ജനുവരി മാസം തന്നെ പുതിയ ചക്രവർത്തി അധികാരത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പെർട്ടിനാക്സ് എന്നാണ്. ആ ചക്രവർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അടിമയായിരുന്നു. ഒരു അടിമയുടെ മകൻ ആദ്യമായിട്ട് അങ്ങനെ റോമൻ ചക്രവർത്തിയായിട്ട് മാറുകയാണ്. പ്രൊട്ടേറിയൻ ഗാർഡാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. സെനറ്റ് അംഗങ്ങൾക്ക് വേറെ ഗത്യന്തരമില്ലാത്തതുകൊണ്ട് ആ പേര് അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നില്ല പെർട്ടിനാക്സ്. അദ്ദേഹം റോമൻ പ്രിഫെക്റ്റ് ആയിരുന്നു. അതായത് റോമൻ സെനറ്റിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഓഫീസർ റാങ്കിലുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചക്രവർത്തി ആയിട്ടാണ് മാറുന്നത്. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം സ്ട്രിക്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം കോമഡസിൻ്റെ കാലഘട്ടം വളരെയധികം ധൂർത്ത് നിറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അവസാന കാലയളവിലൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ള ഗ്ലാഡിയേറ്റർ ഗെയിമുകൾ, അതിന് വലിയ രീതിയിലുള്ള തുക തന്നെയാണ് ചിലവഴിക്കേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ സ്ട്രിക്റ്റ് ആകാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രിക്ട്നെസ് പ്രൊട്ടേറിയൻ ഗാർഡിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രൊട്ടേറിയൻ ഗാർഡാണ് അദ്ദേഹത്തെ ചക്രവർത്തിയാക്കി മാറ്റിയത്. അതിൻ്റെ പിന്നിൽ പ്രൊട്ടേറിയൻ ഗാർഡിന് ചില ഹിഡൻ അജണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ ആ ചക്രവർത്തിക്ക് തീരുമാനിക്കാം പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ ശമ്പളം എത്രയാണെന്ന്. അവർക്ക് വേണമെങ്കിൽ ഭൂസ്വത്തുകളൊക്കെ എഴുതി കൊടുക്കാനും സാധ്യമാകുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും പെർട്ടിനാക്സ് കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൊട്ടേറിയൻ ഗാർഡ് തന്നെ അദ്ദേഹത്തെ കൊന്നുകളയുകയാണ്. അധികാരത്തിലേറി വെറും 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ആ കൊലപാതകം. എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ് പിന്നീട് അരങ്ങേറുന്നത്. പ്രൊട്ടേറിയൻ ഗാർഡ് റോമൻ സാമ്രാജ്യത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ആർക്കും വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ഉയർന്ന വില കൊടുക്കുന്ന വ്യക്തിക്ക് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് തന്നെ മാറാൻ സാധിക്കുന്നതുമാണ്. റോമിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവിശ്യയിലെ നേതാക്കന്മാർക്ക് ഇതിനോട് വലിയ എതിർപ്പ് തന്നെ ആയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രൊട്ടേറിയൻ ഗാർഡിനെതിരെ അവർ തിരിയുന്നില്ല. ഒടുവിൽ ലേലം തന്നെ നടന്നു. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ഓഫർ ചെയ്തത് ഡിഡിയസ് ജൂലിയാനസ് എന്ന് പറയുന്ന ഒരു സെനറ്റ് അംഗമാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അടുത്ത ചക്രവർത്തിയായിട്ട് മാറി. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഒരു വ്യക്തി ഒരു ചക്രവർത്തിയായിട്ട് മാറുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെനറ്റ് അംഗങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മിലിറ്ററി ഉണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ പ്രൊട്ടേറിയൻ ഗാർഡ് ഉണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ മിലിറ്ററി ട്രൂപ്പ് അല്ലെങ്കിൽ ലീജിയൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ ശക്തി കാരണമായിരിക്കും അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇയാൾ പണം കൊടുത്താണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അയാളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ചക്രവർത്തി ആകുന്നതിനോട് പലർക്കും എതിർപ്പും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് പനോണിയ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലെ കമാൻഡറായിട്ടുള്ള സെവറസ്. അയാൾ പനോണിയിൽ നിന്നും ഒരു വലിയ പടയുമായിട്ട് റോമിലേക്ക് പുറപ്പെട്ടു. പനോണി എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമല്ല, റോമിൽ തന്നെ ഒരു പ്രവിശ്യയാണ്, ഒരു സ്റ്റേറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്നത്തെ ഹംഗറി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുള്ളതാണ് പനോണിയ. ആ ആർമി റോമിൽ എത്തിച്ചേരുകയും ഒരു വലിയ യുദ്ധം നടക്കുകയും ചെയ്തു. 193 CE തന്നെയാണ് ആ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ വളരെ അനായാസമായിട്ട് ജൂലിയാനസിനെ തോൽപ്പിക്കാൻ സെവറസിന് സാധ്യമാകുന്നുണ്ട്. ഇത്തരത്ത് കൊന്നതിന് ശേഷം സെവറസ് ഉറക്കെ ആക്രോശിച്ചു, ഇനിയും ഇവിടുത്തെ ചക്രവർത്തി ഞാനാണ്, ഞാനിപ്പോൾ കൊന്നുകളഞ്ഞത് മുൻകാല ചക്രവർത്തിയെ അല്ല. അയാളൊരു രാജ്യദ്രോഹിയായിരുന്നു, പണം കൊടുത്ത് ചക്രവർത്തിയാകാൻ ശ്രമിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് ചക്രവർത്തിയായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു ആക്രോശം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നവണ്ണം ഡിഡിയസ് ജൂലിയാനസിനെ ചക്രവർത്തിയാക്കി മാറ്റിയ പ്രൊട്ടേറിയൻ ഗാർഡിലുള്ള ഓരോ അംഗങ്ങളെയും തെരഞ്ഞു പിടിച്ച് കൊന്നുകളയുകയാണ്. അക്കൂട്ടത്തിൽ മുൻപ് ചക്രവർത്തിയായിരുന്ന പെർട്ടിനാക്സിനെ കൊന്ന പ്രൊട്ടേറിയൻ ഗാർഡ് അംഗങ്ങളെയും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം കൊന്നതിന് ശേഷം അവശേഷിച്ച പ്രൊട്ടേറിയൻ ഗാർഡിനെ പിരിച്ചുവിടുകയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പനോണിയയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. പനോണിയയിലെ സേനാ അംഗങ്ങളെ അയാളുടെ സ്വന്തം പ്രൊട്ടേറിയൻ ഗാർഡാക്കി മാറ്റുകയാണ്. പ്രൊട്ടേറിയൻ ഗാർഡെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചക്രവർത്തിയുടെ ബോഡി ഗാർഡുകളാണ്. ഒരുപാട് ആളുകളുണ്ട് അവരെ നിയന്ത്രിക്കുന്ന. പ്രൊട്ടേറിയൻ പ്രിഫെക്റ്റ് എന്ന് പറയുന്ന ഒരു നേതാവും ഉണ്ടായിരിക്കുന്നതാണ്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ സെനറ്റ് അംഗങ്ങൾക്കോ പട്ടാളത്തിനോ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. ചക്രവർത്തിക്ക് മാത്രമേ ഇവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ആ ഒരു സ്ഥാനത്തേക്ക് പുതിയൊരു ആർമിയെ തന്നെ കൊണ്ടുവരികയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊട്ടേറിയൻ ഗാർഡിനെ പൂർണ്ണമായിട്ടും പിരിച്ചുവിട്ടിട്ട് ഇത്തരത്തിൽ പുതിയൊരു പ്രൊട്ടേറിയൻ ഗാർഡിനെ കൊണ്ടുവരുന്നത്. ഇത് മറ്റ് പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന പട്ടാള ജനറൽമാർക്ക് ഒട്ടും തന്നെ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എതിർക്കേണ്ട കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രവിശ്യകളുടെയും ജനറൽമാർ സെവറസിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. ഒരുപാട് സിവിൽ വാറുകൾ നടന്നു. പക്ഷേ അതിനെയൊക്കെ സെവറസ് അതിജീവിക്കുന്നുണ്ട്. സെവറസ് മിടുക്കനായിട്ടുള്ള ഒരു പട്ടാള ഓഫീസർ കൂടിയായിരുന്നു. ആ പട്ടാള ജനറൽമാരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെവറസ് ഒരു ഡൈനാസ്റ്റിക്ക് തന്നെ തുടക്കം കുറിക്കുകയാണ്. ഈ ഡൈനാസ്റ്റിയാണ് സെവേറിയൻ ഡൈനാസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ സെവേറിയസിന് കീഴ്പ്പെടുത്താൻ സാധിക്കാതെ പോയ കുറച്ചുകൂടെ ശക്തനായിട്ടുള്ള ഒരു ജനറൽ ഉണ്ടായിരുന്നു. അത് ബ്രിട്ടനിലെ ജനറലായിട്ടുള്ള ആൽബൈനസ് ആണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് വേറൊരു രാജ്യമല്ല, ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രവിശ്യ മാത്രമായിരുന്നു. ആൽബൈനസുമായിട്ട് നിരന്തര യുദ്ധത്തിൽ തന്നെ ഏർപ്പെടുകയായിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇരു കൂട്ടർക്കും ഉണ്ടായത്. അതങ്ങനെ തുടർന്നു പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സെവറസ് അദ്ദേഹത്തെ കൂടി, അതായത് ആൽബൈനസിനെ കൂടി ചക്രവർത്തിയാക്കി മാറ്റുകയാണ്. അതായത് റോമിൽ ഇപ്പോൾ 2 ചക്രവർത്തിമാരാണ്, ഒന്ന് ബ്രിട്ടനിലെ ഗവർണറും മറ്റൊന്ന് സെവറസും. പക്ഷേ അതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം ആൽബൈനസിന് പൂർണ്ണമായിട്ടും റോം ഭരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഇവർ വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഒടുവിൽ 197 AD നടന്ന ബാറ്റിൽ ഓഫ് ജുഗ്ഡനത്തിൽ ആൽബൈനസിനെ കീഴ്പ്പെടുത്തുകയാണ്. ഇനി മുതൽ റോമിൽ ഒരൊറ്റ ചക്രവർത്തി മാത്രമേ ഉള്ളൂ, അത് ശക്തനായിട്ടുള്ള സെവറസ് ആണ്. യുദ്ധം ചെയ്യാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു സെവറസ്. അദ്ദേഹത്തിന് റോമിൻ്റെ വലിപ്പം കുറേ കൂടി വലുതാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ബ്രിട്ടൻ്റെ ഭാഗം തന്നെ വലുതാക്കണമെന്നാണ് അദ്ദേഹം കൂടുതൽ ആഗ്രഹിച്ചത്. തുടർന്നാണ് ബ്രിട്ടനും കടന്നു ചെന്ന് സ്കോട്ട്ലൻഡ് വരെ കീഴടക്കുന്നത്. ഒരു മിലിറ്ററിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധാരണ പട്ടാളക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ തീർപ്പ് കൽപ്പിക്കാനും അദ്ദേഹത്തിന് സാധ്യമാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ അവരുടെ വേതനവിൽ വർധനവ് വരുത്തുന്നുമുണ്ട്. റോമിൽ ഒരു ഫെഡറൽ സിസ്റ്റമാണല്ലോ ഉള്ളത്. അതായത് ഒരുപാട് പ്രവിശ്യകളുണ്ട്. ഓരോ പ്രവിശ്യയിലും ഗവർണർമാരുണ്ട്, മിലിറ്ററി ഓഫീസർമാരുണ്ട്. അവരാണ് ആ പ്രവിശ്യയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവർക്ക് മുകളിലായിട്ട് ഒരു സെൻട്രൽ പവറായിട്ട് സെനറ്റും, സെനറ്റിൻ്റെ മുകളിലായിട്ട് ചക്രവർത്തിയുമുണ്ട്. അതാണ് സാധാരണഗതിയിലുള്ള രീതി. ഇതിൽ പ്രവിശ്യകൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളുണ്ട്, സെൻട്രലിന് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. പ്രവിശ്യകൾക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന പല അധികാരങ്ങളും റദ്ദ് ചെയ്യുകയും അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇതിൽ മറ്റ് പ്രവിശ്യയിലെ ഗവർണർമാർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ തന്നെ ഉണ്ടായിരുന്നു. അവർ പലപ്പോഴായിട്ട് ഇത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സെവറസിനെതിരെ ഒരു വലിയ പടയും നയിച്ച് പോകാൻ ആ ഘട്ടത്തിൽ അവർക്ക് സാധിക്കുമായിരുന്നില്ല. മിലിറ്ററിക്ക് പുറമെ ലെജിസ്ലേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്, പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അടിമകളെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി ചില നിയമങ്ങൾ പാസ്സാക്കിയാണ്. അടിമ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റം വരുത്തുന്നില്ല, പക്ഷേ അടിമകൾക്ക് കുറേയധികം അവകാശങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. കാമുകിയെ തന്നെയാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. ജൂലിയ ഡോംനെ എന്നാണ് അവരുടെ പേര്. അതൊരു പൊളിറ്റിക്കൽ മാരേജ് കൂടിയായിരുന്നു. റോമൻ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല ചക്രവർത്തിമാർക്കും ഇത്തരത്തിൽ പൊളിറ്റിക്കൽ മാരേജ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്ത വിവാഹമായിരുന്നെങ്കിൽ പോലും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി അത്തരത്തിലുള്ള വിവാഹങ്ങൾ ചെയ്യുകയായിരുന്നു. പക്ഷേ അതിനൊരു അപവാദമായിട്ട് മാറുകയാണ് സെവറസ്. കാരണം ഇവിടെ പൊളിറ്റിക്കൽ മാരേജിലൂടെ സ്വന്തമാക്കുന്നത് സ്വന്തം കാമുകിയെ തന്നെയാണ്. ജൂലിയ ഡോംന ഒരു സിറിയൻ നോബിൾ വുമൺ ആയിരുന്നു. സിറിയ എന്ന് പറയുന്നത് ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ്. അവിടുത്തെ ദേവതാ സങ്കല്പമൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. കൾച്ചറിലും ഒരുപാട് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും അവർ തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. ആ സിറിയൻ കൾച്ചർ പിന്നീടുള്ള കുറേ വർഷത്തേക്ക് റോമിനെ വലിയ രീതിയിൽ തന്നെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അതിൻ്റെ കാരണക്കാരാകുന്നത് അവർക്കുണ്ടായ 2 കുട്ടികളാണ്. 2 ആൺകുട്ടികളാണ് അവർക്കുണ്ടാകുന്നത്. കരക്കുള്ള എന്നും ഗീറ്റ എന്നുമാണ് അവരുടെ പേര്. 2 പേർക്കും പരസ്പരം കണ്ടുകൂടാ. എല്ലായ്പ്പോഴും വഴക്കാണ്. ചെറിയ പ്രായം മുതൽ ഉണ്ടായിരുന്ന വഴക്കാണ് പിന്നീട് യുവത്വത്തിലേക്ക് എത്തിച്ചേരുമ്പോഴും ആ വഴക്ക് തുടർന്നു പോവുകയാണ്. അത് ചെറിയ രീതിയിലുണ്ടായിരുന്ന സൗന്ദര്യപ്പിണക്കമൊന്നും ആയിരുന്നില്ല. ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലണം, അത്തരത്തിൽ ആ വഴക്ക് വളർന്നു വരികയാണ്. ആ ഒരു ഘട്ടത്തിലാണ് കരക്കുല്ലയെ അടുത്ത ചക്രവർത്തിയായിട്ട് നിയോഗിക്കുന്നത്. അടുത്ത ചക്രവർത്തി എന്ന് മാത്രമല്ല,
ഇപ്പോഴുള്ള സെവറസ് ചക്രവർത്തിയോടൊപ്പം തന്നെ രാജ്യം ഭരിക്കാനുള്ള ഒരു അവകാശം കൂടി കരക്കുല്ലയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് സെവറസ്. പക്ഷേ ഗീറ്റയ്ക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കും അത് ചക്രവർത്തിയാകണമെന്നുള്ള ഒരു തോന്നൽ ഗീറ്റയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി കരക്കുല്ലയെ കൊല്ലാനും അയാൾ മുതിരുന്നതാണ്. അതിനുവേണ്ടി പല തവണ അത്തരത്തിലുള്ള കൊലപാതക ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശ്രമങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ചക്രവർത്തിയായിട്ടുള്ള സെവറസിൻ്റെ കാതുകളിലും എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ തൻ്റെ ഇളയ മകനായിട്ടുള്ള ഗീറ്റയെ കൊല്ലാനൊന്നും അയാൾ മുതിരുന്നില്ല, ശിക്ഷിക്കാൻ പോലും അയാൾ മുതിരുന്നില്ല. കാരണം കരക്കുല്ലയെ പോലെ തന്നെ ഗീറ്റയും അയാൾക്ക് വേണ്ടപ്പെട്ട മകൻ തന്നെയാണ്. അതുകൊണ്ട് ഗീറ്റയും കോ എംപറർ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വരികയാണ്. 211 AD ആയപ്പോൾ ബ്രിട്ടനിൽ ചില ആഭ്യന്തര കലാപങ്ങളൊക്കെ അരങ്ങേറി. അവിടെ ഉണ്ടായിരുന്ന ചില ഗോത്രങ്ങളൊക്കെ പട്ടാളക്കാരുമായിട്ട് ചെറിയ യുദ്ധത്തിലേർപ്പെടുകയാണ്. അത് അവസാനിപ്പിക്കാനായിട്ട് തൻ്റെ 2 ആൺമക്കളെയും, അതായത് തൻ്റെ 2 കോ എംപറർമാരെയും കൂട്ടിക്കൊണ്ട് ബ്രിട്ടനിലേക്ക് പോവുകയാണ്. അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിനിടയിൽ സെവറസ് മരണമടയുകയാണ്. അത് ഒരു കൊലപാതകമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം മരണമടയുന്നത്. തുടർന്ന് അവിടുത്തെ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവിടുത്തെ നിയന്ത്രണം അവിടുത്തെ പട്ടാളത്തിനെ ഏൽപ്പിച്ചിട്ട് ഗ്രീറ്റയും കരക്കുല്ലയും മടങ്ങി റോമിലേക്ക് വരികയാണ്. രണ്ടുപേരും കൂടി ചേർന്ന് എങ്ങനെയാണ് ഇനി റോം ഭരിക്കാൻ പോകുന്നത്? രണ്ടുപേർക്കും ഒന്നിച്ച് ഒരു മുറിയിൽ നിൽക്കാൻ പോലും സാധിക്കുകയില്ല. അത്രയ്ക്കും അരിശമാണ് പരസ്പരമുള്ളത്. അതങ്ങനെ തുറന്നു പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. റോം തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ ഈ വഴക്ക് മാത്രം മതിയാകും. ആ വഴക്ക് അവസാനിപ്പിക്കാനായിട്ട് അമ്മ ജൂലിയ ഡോംന ഇടപെടുന്നുണ്ട്. ഇവിടെ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും തമ്മിലുണ്ടായിരുന്ന മുമ്പ് നടന്ന വഴക്ക് അവസാനിപ്പിക്കാനായിട്ട് അവരുടെ അമ്മ ഇടപെട്ടതുപോലുള്ള അതിനോട് സാമ്യമുള്ള ഒരു സമന്വയ ചർച്ച തന്നെ ആയിരുന്നു. പക്ഷേ അംബാനി കുടുംബത്തിൽ സംഭവിച്ച കാര്യമല്ല റോമിൽ സംഭവിക്കുന്നത്. ഒരറയിൽ അവർക്ക് നിൽക്കാൻ പോലും സാധിക്കുകയില്ല. അത്രയ്ക്കും വൈരാഗ്യമാണ്, പരസ്പരം കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. കരക്കുല്ല സ്വന്തം അമ്മയുടെ മുൻപിൽ വെച്ച് ഗ്രീറ്റയെ കുത്തി കൊല്ലുകയാണ്. അമ്മയുടെ മടിയിൽ കിടന്നിട്ടാണ് ഗ്രീറ്റ പെടഞ്ഞ് മരണമടയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ റോം ഭരിക്കുന്നത് കരക്കുല്ല ഒറ്റയ്ക്കാണ്. ഗ്രീറ്റയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം സെനറ്റ് അംഗങ്ങളും പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അവരെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ തനിക്കിവിടെ ജീവിക്കാനോ ഭരിക്കാനോ സാധിക്കുകയില്ല എന്ന് കരക്കുല്ലയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്തതായിട്ട് ചെയ്യുന്നത് വലിയ പാതകം തന്നെയാണ്. സെനറ്റ് അംഗങ്ങളിലും പ്രൊട്ടേറിയൻ ഗാർഡിലും മിലിറ്ററിയിലുമുള്ള ഗ്രീറ്റയുടെ സപ്പോർട്ടേഴ്സ്, ആ സപ്പോർട്ടേഴ്സിനെ എല്ലാം തെരഞ്ഞു പിടിച്ച് അയാൾ കൊന്നുകളയുന്നുണ്ട്. അതിനുപരിയായിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. റോമിൽ കഴിയുന്ന എല്ലാ ഫ്രീമെനും റോമിൻ്റെ സിറ്റിസൺഷിപ്പ് സമ്മാനിക്കുകയാണ്. റോമിൽ അപ്രകാരം സിറ്റിസൺഷിപ്പ് കൊടുക്കാറില്ല. കാരണം റോമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഏറ്റവും ഉയർന്ന ഗോത്രവിഭാഗം. അവരെ കവച്ചു വയ്ക്കുന്ന ആരും തന്നെ ഇല്ല. പക്ഷേ റോമൻ പട്ടണത്തിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി താമസിക്കുന്ന ആളുകളുണ്ട്. റോമിൻ്റെ തന്നെ വ്യത്യസ്ത പ്രവിശ്യയിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് റോമൻ പട്ടണത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തിരുന്നില്ല. പക്ഷേ ഇവിടെ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് അവരോടുള്ള പ്രത്യേക താല്പര്യമോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. സിറ്റിസൺഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ അവരിൽ നിന്നും കൂടുതൽ ടാക്സ് ഏർപ്പാടാക്കാൻ സാധിക്കുന്നതാണ്. കരക്കുല്ലയുടേത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. എല്ലായ്പ്പോഴും ആഘോഷങ്ങൾ തന്നെയായിരുന്നു. അതിന് ധാരാളമായിട്ട് പണം വേണം. അതിനു പുറമെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആക്രമണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗർമേനിയ ട്രൈബ് എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ബ്രിട്ടനിൽ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ പണം ധാരാളമായിട്ട് വേണ്ടതാണ്. ഒരു പട്ടാളത്തെ അവിടേക്ക് അയക്കണമെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള പണച്ചെലവാണ്. ആ പണച്ചെലവൊക്കെ മീറ്റ് ചെയ്യുന്നത് ഇപ്രകാരമായിരുന്നു. കരക്കുല്ലയോട് സെനറ്റ് അംഗങ്ങൾക്കോ പ്രൊട്ടേറിയൻ ഗാർഡിനോ വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പ്രൊട്ടേറിയൻ ഗാർഡിന് ഭരണം അട്ടിമറിക്കണമെന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടായി. 218 AD പ്രൊട്ടേറിയൻ പ്രൊഫക്റ്റ് ആയിട്ടുള്ള, അതായത് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള മാക്രൈനസ് കരക്കുല്ലയെ കൊല്ലുകയാണ്. അതിനുശേഷം മാക്രൈനസ് അധികാരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മാക്രൈനസ് ഒരു സെനറ്റ് അംഗമല്ല, അദ്ദേഹം ഒരു മിലിറ്ററി ഒഫീഷ്യലല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രൊവിഷ്യയിലെ ഗവർണറുമല്ല. അങ്ങനെയൊന്നുമല്ലാത്ത ഒരു വ്യക്തി ആദ്യമായിട്ട് ഒരു ചക്രവർത്തിയായിട്ട് മാറുകയാണ്. പക്ഷേ മാക്രൈനസ് ഒരു മികച്ച നേതാവ് തന്നെയായിരുന്നു. കരക്കുല്ലയെ പോലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫൊന്നും ആയിരുന്നില്ല അയാൾ നയിച്ചു പോന്നിരുന്നത്. പക്ഷേ മാക്രൈനസിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്നത് സെവേറിയൻ ഡൈനാസ്റ്റിയിലുള്ള ആളുകളായിരുന്നു. അവരാണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ കൊന്നിരിക്കുന്നത് സെവേറിയൻ ഡൈനാസ്റ്റിയിലെ ഒരു വ്യക്തിയെ കൂടിയാണ്.
ബാക്കി ഉണ്ടായിരുന്ന സെവേറിയൻ ഡൈനാസ്റ്റിയിലെ ആളുകൾ അവർക്ക് എങ്ങനെയെങ്കിലും മാക്രൈനസിനെ കൊന്ന് പ്രതികാരം വീട്ടണം, അവർക്ക് അധികാര സ്ഥാനത്തേക്ക് മടങ്ങിയെത്തണം. കരക്കല്ലയുടെ അമ്മയായ ജൂലിയ ഡോംനയുടെ സഹോദര പുത്രനായ എലഗബാലസ് അദ്ദേഹം ഒരു അട്ടിമറി ശ്രമം നടത്തുകയാണ്. അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധ്യമാകുന്നുണ്ട്. മാക്രൈനസിനെ കൊന്നുകളയുകയാണ്. ആ ഒരു ഘട്ടമായപ്പോഴേക്കും ജൂലിയ ഡോംനസ് ഒന്നും ജീവിച്ചിരിപ്പില്ല. എങ്കിൽ പോലും സെവേറിയൻ ഡൈനാസ്റ്റിക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധ്യമായി. എലഗബാലസ് പൂർണ്ണമായിട്ടും ഒരു സിറിയക്കാരനായിരുന്നു. ജൂലിയ ഡോംന ഒരു സിറിയക്കാരിയായിരുന്നല്ലോ. പക്ഷേ അവർക്കുണ്ടായ 2 ആൺമക്കൾ അവർ ചക്രവർത്തിമാരായിട്ട് മാറിയെങ്കിലും അവർ സിറിയക്കാരെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ പിതാവ് റോമക്കാരൻ തന്നെ ആയിരുന്നു. ആദ്യമായിട്ട് ഒരു സിറിയയിൽ നിന്നുള്ള വ്യക്തി ചക്രവർത്തിയായിട്ട് മാറുന്നത് ഈ ഘട്ടത്തിലാണ്. അത് എലഗബാലസാണ്. എലഗബാലസിന് പൂർണ്ണമായിട്ടും സിറിയയിലുണ്ടായിരുന്ന പാരമ്പര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. സിറിയയിലെ ദേവതാ സങ്കല്പങ്ങൾ തന്നെ തീർത്തും വ്യത്യസ്തം തന്നെയാണ്. അദ്ദേഹം ഒരു പൂജാരി കൂടിയായിരുന്നു. എലഗബാൽ എന്ന് പറയുന്ന സിറിയയിലെ സൂര്യദേവന് സമാനമായിട്ടുള്ള ഒരു ദേവൻ്റെ പൂജാരി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എലഗബാൽ എന്ന് പറയുന്ന ദേവസങ്കല്പത്തെ റോമിലേക്ക് പറിച്ചു നടുകയാണ്. റോമിൽ അതുവരെ ഉണ്ടായിരുന്ന ദേവസങ്കല്പമെല്ലാം റോമൻ മിത്തോളജി അനുസരിച്ചുള്ള ദേവസങ്കല്പമാണ്. അവർക്ക് പ്രത്യേകമായിട്ട് ദേവി ദേവന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം മുകളിലായിട്ട് ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് ഈ എലഗബാലിനെ പ്രതിഷ്ഠിക്കുകയാണ്. റോമൻ മിത്തോളജി അനുസരിച്ച് ഒരു സുപ്പീരിയർ പവറായിട്ടുള്ള ആൾ ജൂപ്പിറ്റർ ദേവനാണ്. ജൂപ്പിറ്റർ ദേവൻ്റെ മുകളിലായിട്ട് എൽഗബാലിനെ കൊണ്ടുവരികയാണ്. പലൻ്റെയും മലനിരകളിൽ എൽഗബാലിന് വേണ്ടി ഒരു പ്രത്യേക ക്ഷേത്രം പോലും പണി കഴിപ്പിക്കുന്നുണ്ട്. സിറിയയിൽ എലഗബാലുമായി ബന്ധപ്പെട്ട് ഒരു കറുത്ത വലിയ പാറയുണ്ട്. വളരെ പവിത്രത നിറഞ്ഞിട്ടുള്ള ഒരു പാറ തന്നെയാണ്. ആ പാറയെ കുതിരവണ്ടികളുടെ സഹായത്താൽ റോമിലേക്ക് കൊണ്ടുവരുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. പക്ഷേ ഇത് റോമക്കാർക്ക് അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവരുടെ ദൈവവിശ്വാസങ്ങൾക്ക് തീർത്തും വിഭിന്നമായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ചക്രവർത്തി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എലഗബാൽ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ചക്രവർത്തി കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡർ കൂടിയായിരുന്നു. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള റോമിലെ ആദ്യത്തെ ചക്രവർത്തിയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ആദ്യത്തെ ട്രാൻസ്ജെൻഡറും എലഗബാൽ തന്നെയായിരിക്കും. അതിലെനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പില്ല. അതിനു മുൻപ് എഴുതി വച്ചിട്ടുള്ള ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിൽ അതൊന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരിക്കുന്നതാണ്. എലഗബാലസ് ട്രാൻസ്ജെൻഡറാണ്. അദ്ദേഹം ട്രാൻസ്ജെൻഡറായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു സ്ത്രീയുടെ വേഷമൊക്കെ ധരിച്ചിട്ട് തന്നെയാണ്. അതിനു പുറമെ അവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാർക്ക് അദ്ദേഹം പ്രത്യേകമായിട്ടൊരു നിർദ്ദേശവും കൊടുത്തു. എൻ്റെ ജെനിറ്റൽ ഓർഗൻസ്, അതായത് എൻ്റെ സെക്ഷൽ ഓർഗൻസ് നീക്കം ചെയ്ത് സ്ത്രീകളുടെ ഓർഗൻസ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സമ്മാനങ്ങൾ തന്നെ ഞാൻ സമ്മാനിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ നടത്താനും ആ കാലഘട്ടത്തിലെ വൈദ്യന്മാർ ശ്രമിക്കുന്നുണ്ട്. ചിന്തിക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മെഡിക്കൽ സയൻസ് എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വളരെ പ്രാകൃതമായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പ്രാകൃതമായിട്ടുള്ള പല എക്സ്പെരിമെൻറ്റുകളും ഈ കാലഘട്ടത്തിൽ നടത്തുകയാണ്. അതായത് ജീവനോടെ ഉള്ള ഒരു പുരുഷൻ്റെ സെക്ഷൽ ഓർഗൻ മുറിച്ചു മാറ്റുന്നു, മറ്റൊരു സ്ത്രീയുടെ സെക്ഷൽ ഓർഗൻ മുറിച്ചെടുത്ത് അയാളുടെ സെക്ഷൽ ഓർഗൻ ഉണ്ടായിരുന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു അലോസരം തോന്നുന്നതാണ്. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും പരാജയം തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഒരു ബൈസെക്ഷൽ കൂടിയായിരുന്നു. ഒരേ സമയത്ത് പുരുഷന്മാരോടും സ്ത്രീകളോടും ഒപ്പം അദ്ദേഹം ശയിക്കുമായിരുന്നു. അത് റോമിൽ ഒരു പുതുമയുള്ള ഒരു കാര്യമല്ല. ഇതിനു മുൻപും അത്തരത്തിൽ ബൈസെക്ഷലായിട്ടുള്ള ചക്രവർത്തിമാരുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഴയ എപ്പിസോഡുകളിലൊക്കെ പ്രതിപാദിച്ചിട്ടുമുള്ളതാണ്. റോമക്കാർ കുറേയൊക്കെ സഹിച്ചു. പക്ഷേ അവർക്ക് സഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി എലഗബാൽ ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അദ്ദേഹം വെസ്റ്റിയൽ വിർജിനെ വിവാഹം കഴിക്കുകയാണ്. വെസ്റ്റിയൽ വിർജിൻ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് റോമൻ ചരിത്രത്തിൻ്റെ കൂടെ ഭാഗമാണ്. അത് ശരിക്കും പൂജാരിമാരായിട്ടുള്ള സ്ത്രീകളാണ്. വെസ്റ്റൽ ദേവതയെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആ ദേവതയ്ക്ക് പൂജകൾ ചെയ്തു കൊടുക്കുന്ന പൂജാരിമാരാണ്. വെസ്റ്റൽ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്ര സമുച്ചയമുണ്ട്. അവിടെയാണ് അവർ താമസിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് സമാനമായിട്ടാണ് അവരുടെ ജീവിതചര്യ. 6 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ഒരു പ്രായത്തിലാണ് അവർ വെസ്റ്റൽ വിർജിനായിട്ട് മാറുന്നത്. 30 വർഷത്തെ സേവനമാണ്. ആദ്യത്തെ 10 വർഷം അവർ റിച്വൽസും പൂജാ കാര്യങ്ങളുമൊക്കെ പഠിക്കും. പിന്നത്തെ 10 വർഷങ്ങളാണ് ആ പഠിച്ച റിച്വൽസൊക്കെ നടപ്പിലാക്കുന്നത്.
അതിനുശേഷമുള്ള അവസാനത്തെ 10 വർഷം അത് പുതുതായിട്ട് വരുന്ന കുട്ടികളായിട്ടുള്ള വെസ്റ്റൽ വെർജിനുകളെ പഠിപ്പിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. ഈ 30 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വെളിയിൽ പോകാം. അവർക്ക് ധാരാളമായിട്ട് പണം ലഭ്യമാകും. അവർക്ക് വേണമെങ്കിൽ വിവാഹം ചെയ്ത് പിന്നീട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും അവരുടെ പ്രായം 40 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സമൂഹത്തിൽ അവർക്ക് ഉന്നത സ്ഥാനം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ വിർജിനിറ്റി അവർ കാത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതിലെന്തെങ്കിലും ഒരു മായം കലർത്തുകയാണെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികൾ തന്നെ നേരിടേണ്ടി വരുന്നതാണ്. അവരുടെ ആചാരങ്ങളനുസരിച്ച് ഒരിക്കലും വെസ്റ്റിൽ വെർജിൻ്റെ ചോര വെളിയിൽ വീഴാൻ പാടില്ല. അവരുടെ വിർജിനിറ്റി നഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവരെ കൊല്ലുക. രക്തം വെളിയിൽ വരാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ജീവനോടുകൂടി കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വെസ്റ്റൽ വിർജിൻസിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയാക്കി മാറ്റുന്നുണ്ട്. എല്ലാം സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ആ പരിധി കഴിഞ്ഞപ്പോൾ പ്രൊട്ടേറിയൻ ഗാർഡ് തന്നെ 222 AD അല്ലെങ്കിൽ 222 CE എലഗബാലിനെ കൊന്നുകളയുകയാണ്. അടുത്ത ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നത് എലഗബാലിൻ്റെ തന്നെ കസിനാണ്. സെവറസ് അലക്സാണ്ടർ എന്നാണ് ആ കുട്ടിയുടെ പേര്. അധികാരത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതുകൊണ്ട് തന്നെ അമ്മയായ ജൂലിയ മമയെയാണ് ഭരണകാര്യങ്ങളൊക്കെ നോക്കി നിറവേറ്റിയിരുന്നത്. പക്ഷേ ചക്രവർത്തി സ്ഥാനം അലക്സാണ്ടറിന് തന്നെയാണ്. കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞപ്പോഴേക്കും അലക്സാണ്ടറിന് പൂർണ്ണമായിട്ടും രാജ്യം ഭരിക്കാനുള്ള അധികാരം കിട്ടുകയാണ്. ഒരു മികച്ച ചക്രവർത്തി തന്നെയായിരുന്നു അലക്സാണ്ടർ. അദ്ദേഹത്തിന് എല്ലാവരോടും റെസ്പെക്റ്റ് ആയിരുന്നു, എല്ലാവരോടും സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്കും സെനറ്റ് അംഗങ്ങൾക്കും ഒക്കെ തന്നെയും അദ്ദേഹത്തോട് വലിയ ബഹുമാനം തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാ മതങ്ങളോടും അയാൾക്ക് വലിയ താല്പര്യമായിരുന്നു. ക്രിസ്ത്യാനികൾ അവിടെ ന്യൂനപക്ഷമാണ്. ആ ക്രിസ്ത്യാനികളോട് പോലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള താല്പര്യമുണ്ടായിരുന്നു. അവർക്ക് ആരാധിക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കുകയാണ്. അവർക്ക് പൊതുസ്ഥലത്ത് പോലും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. കൂടാതെ മുൻപ് എലഗബാൽ നടപ്പിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. എലഗബാലിൻ്റെ അമ്മയും ഒട്ടും മോശമായിരുന്നില്ല. അവരും വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അവരുടെ ദൈവത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ എലഗബാലിനോടൊപ്പം തന്നെ അയാളുടെ അമ്മയും കൊന്നുകളഞ്ഞിരുന്നു. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലാതെയാക്കുന്നുണ്ട്. അവരുടെ പ്രതിമകൾ ധാരാളമായിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ദേവൻ്റെ പ്രതിമകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയും നശിപ്പിച്ച് കളയുകയാണ്. അലക്സാണ്ടറിന് യുദ്ധത്തിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ തന്നെ പേർഷ്യൻ എംപയർ റോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം ചെയ്യാതെ അവരുമായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പരിഹരിക്കുകയായിരുന്നു ചെയ്തത്. അവർക്ക് വേണ്ട പണവും മറ്റ് കാര്യങ്ങളുമൊക്കെ കൊടുത്ത് യുദ്ധം ഇല്ലാതെയാക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജർമ്മനിയുടെ ഭാഗത്തു നിന്നും ചില ആക്രമണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അവിടെയും ഒരു ഡിപ്ലോമാറ്റിനെ പോലെ തന്നെയാണ് അയാൾ പെരുമാറുന്നത്. പക്ഷേ ഇത് പട്ടാളക്കാർക്ക് ഒട്ടും തന്നെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ നാണക്കേടുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചക്രവർത്തിയെ ഇല്ലാതെയാക്കേണ്ടത് പട്ടാളക്കാരുടെ ആവശ്യം കൂടിയായിരുന്നു. അവർ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. വർഷം 235 AD ആണ്. അലക്സാണ്ടറിന് ഇപ്പോൾ 26 വയസ്സ് പ്രായമുണ്ട്. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ എത്തിച്ചേർന്ന് ഈ പട്ടാള ഓഫീഷ്യൽസ് ഒരു കാര്യം അറിയിച്ചു. ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടക്കുകയാണ്. ട്രൈബൽസാണ് യുദ്ധം ചെയ്യുന്നത്. അവരെ നമ്മുടെ പട്ടാളക്കാർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. താങ്കൾ നേരിട്ട് വന്ന് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവരുമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്, സമാധാനം സ്ഥാപിക്കാൻ സാധ്യമാകുന്നതാണ്. അലക്സാണ്ടറിന് അത് കേട്ടപ്പോൾ വലിയ താല്പര്യം തന്നെ തോന്നി. യുദ്ധമുണ്ടാവാൻ പാടില്ല, അത് അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹം നേരിട്ട് അവിടേക്ക് പോവുകയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ചതി ഉണ്ടായിരുന്നു. റോമിൽ നിന്നും അവർ പുറപ്പെട്ട് ബ്രിട്ടനിലെത്തിയതിന് ശേഷം അദ്ദേഹത്തെ ഈ പട്ടാളക്കാർ തന്നെ കൊന്നുകളയുകയാണ്. പിന്നീട് അങ്ങോട്ട് അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ക്രൈസിസ് ഓഫ് 3rd century എന്ന പേരിൽ തന്നെയാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ റോമിൽ സംഭവിക്കുന്നുണ്ട്. റോമിൻ്റെ ഇനിയുള്ള ചരിത്രം അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ചരിത്രമാണ്. വലിയ ഉന്നതിയിലുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യം പടുകുഴിയിലേക്ക് വീഴുന്നത് നമുക്കിവിടെ കാണാൻ സാധ്യമാകും. അടുത്ത ചക്രവർത്തിയായിട്ട് അവരോധിക്കപ്പെടുന്നത് ആ ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു മിലിറ്ററി ഓഫീസറായിട്ടുള്ള മാക്സിമൈനസ് ത്രാക്സ് ആണ്. യുദ്ധം ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അധികാരത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ കണ്ടത് മുഴുവനും യുദ്ധങ്ങൾ തന്നെയായിരുന്നു. ആരും ഇങ്ങോട്ട് ആക്രമിച്ചു വരണ്ട, ഇവർ തന്നെ അവിടേക്ക് ആക്രമിച്ചു പോയി കീഴടക്കാൻ ശ്രമിക്കുന്നതാണ്.
തീർച്ചയായിട്ടും ഓരോ യുദ്ധത്തിനും വലിയ രീതിയിലുള്ള പണച്ചെലവ് തന്നെയാണ് നേരിടേണ്ടി വരിക. ആ പണച്ചെലവ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുക? തീർച്ചയായിട്ടും ടാക്സ് വർദ്ധിപ്പിക്കണം. ടാക്സ് വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. പല പട്ടാളക്കാരുടെയും ശമ്പളം വെട്ടിക്കുറച്ചു. സെനറ്റ് അംഗങ്ങൾക്ക് കൊടുത്തിരുന്ന പല പ്രിവിലേജുകളും ഇല്ലാതെയാക്കി. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും ഒരു അട്ടിമറി സംഭവിക്കുന്നതാണ്. 238 AD സ്വന്തം പട്ടാളക്കാർ തന്നെ അദ്ദേഹത്തെ കൊല്ലുകയാണ്. ആ വർഷം ഇയർ ഓഫ് 6 എംപറേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു വർഷം 6 ചക്രവർത്തിമാരാണ് ഭരിച്ചത്. എല്ലാവർക്കും അൽപായുസാണ് ഉണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ ആദ്യം വരുന്നത് 2 രാജാക്കന്മാർ അല്ലെങ്കിൽ 2 ചക്രവർത്തിമാരാണ്. അച്ഛനും മകനുമാണ്. അവരുടെ പേര് ഗോർഡിയൻ 1 എന്നും ഗോർഡിയൻ 2 എന്നുമാണ്. രണ്ടുപേരും ആഫ്രിക്ക കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ആളുകളാണ്. അവർ അധികാരത്തിലേക്ക് വരികയാണ്. പക്ഷേ മാക്സിമൈനസ് എന്ന മരണമടഞ്ഞ ചക്രവർത്തിയോട് കൂറ് പുലർത്തിയിരുന്ന ചില പട്ടാളക്കാരുണ്ടായിരുന്നു, ചില ലീജിയൻസ് ഉണ്ടായിരുന്നു. അവർ ഒരു വലിയ പടയുമായിട്ട് പോയി ഈ 2 ചക്രവർത്തിമാരെയും കൊല്ലുകയാണ്. അതിനുശേഷം സെനറ്റ് അംഗങ്ങൾ 2 ചക്രവർത്തിമാരുടെ പേര് നിർദ്ദേശിക്കുകയാണ്. അവർ ചക്രവർത്തിയായിട്ട് തന്നെ മാറുന്നുമുണ്ട്. ആദ്യം ചക്രവർത്തിയാകുന്നത് പുപ്പീനിയസ് എന്ന ഒരു സെനറ്റ് അംഗമാണ്. അദ്ദേഹത്തിന് പിന്നീട് ഏതാനും ദിവസങ്ങൾ മാത്രമായിരുന്നു ആയുസ് ഉണ്ടായിരുന്നത്. പ്രൊട്ടേറിയൻ ഗാർഡ് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. അതിനുശേഷം വീണ്ടും സെനറ്റ് അംഗങ്ങൾ ബാൽബൈനസ് എന്ന പേരുള്ള ഒരു സെനറ്റ് അംഗത്തെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നു. അദ്ദേഹത്തിനും അധിക നാൾ ജീവിക്കാൻ സാധ്യമായില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊട്ടേറിയൻ ഗാർഡ് അയാളെയും കൊന്നുകളഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ ഗോർഡിയൻ 3 അധികാരത്തിൽ വരുന്നുണ്ട്. തൊട്ടു മുമ്പ് മരിച്ച ഗോർഡിയൻ 1 2 അനന്തരാവകാശിയാണ്. അതായത് ഗോർഡിയൻ 1 കൊച്ചുമകനാണ് ഗോർഡിയൻ 3. അയാൾക്ക് കുറച്ചു കാലം കൂടി ഭരിക്കാൻ സാധ്യമായി. 244 AD അയാളുടെ കൊലപാതകം സംഭവിക്കുന്നത്. പേർഷ്യൻസിനെതിരെ പേർഷ്യയിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫിലിപ്പ് ദ അറബ് എന്ന ഒരു മിലിറ്ററി ഓഫീസറാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അതിനുശേഷം ഫിലിപ്പ് ദ അറബ് തന്നെ അടുത്ത എംപററായിട്ട് മാറുന്നുണ്ട്. ഫിലിപ്പ് ദ അറബ് അറേബ്യൻ പ്രൊവിഷ്യയിൽ ഉണ്ടായിരുന്ന അവിടെ ജനിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഫിലിപ്പ് ദ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫിലിപ്പിന് മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻസിനോട് നല്ല താല്പര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ഒരുപാട് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് പള്ളികൾ പണിയാനും ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാനും മറ്റുള്ളവരെ മതം മാറ്റം നടത്താനുമുള്ള അവകാശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് ഫിലിപ്പ് ദ അറബ് റോമിലെ ആദ്യത്തെ ക്രിസ്ത്യാനിയായിട്ടുള്ള ചക്രവർത്തിയാണെന്നാണ്. പക്ഷേ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അയാൾ പിന്തുടർന്നത് റോമിലെ മിത്തോളജി തന്നെയാണ്. റോമിലെ ദേവന്മാരെ തന്നെയാണ് അയാൾ ആരാധിച്ചിരുന്നത്. പക്ഷേ അയാൾക്ക് ക്രിസ്ത്യാനിറ്റിയോടും ക്രിസ്ത്യൻസിനോടും പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. ക്രിസ്ത്യൻസിന് ഇങ്ങനെ അവകാശങ്ങൾ കൊടുക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും ഒന്നും പല ജനറൽമാർക്കും സെനറ്റ് അംഗങ്ങൾക്കും പിടിക്കുമായിരുന്നില്ല. അക്കൂട്ടത്തിലെ ഒരു ജനറലാണ് ഡിസിയസ്. അദ്ദേഹം 249 AD സ്വയം പ്രഖ്യാപിച്ചു, ഞാനാണ് അടുത്ത ചക്രവർത്തി. ക്രിസ്ത്യൻസിന് ഇത്രയധികം അവകാശങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു ചക്രവർത്തിയെ ഇനി നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ പേരിൽ ഒരു വലിയ യുദ്ധം തന്നെ വെറോണയുടെ അരികിൽ നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഡിസിയസിന് വിജയിക്കാൻ സാധ്യമാകുന്നുണ്ട്. അടുത്ത ചക്രവർത്തിയായിട്ട് ഡിസിയസ് മാറുകയാണ്. അധികാരത്തിലേറിയതിന് ശേഷം അയാൾ ആദ്യം ചെയ്യുന്നത് ക്രിസ്ത്യൻ പ്രോസിക്യൂഷൻ തന്നെയാണ്. അതിന് ഒരു മാർഗം അയാൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നു, നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ദൈവകോപമാണ്. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. നമ്മുടെ പട്ടാളക്കാർ പലരും മരണമടയുന്നുണ്ട്. അതിൻ്റെ കാരണവും ദൈവകോപം തന്നെയാണ്. ദൈവകോപം ഒഴിവാക്കാനായിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതാണ്. അത് റോമൻ മിത്തോളജി അനുസരിച്ചുള്ള ചില ആചാരങ്ങളാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞുകൊണ്ട് ഏതെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ആചാരമായിരിക്കാം. അതുമല്ലെങ്കിൽ അത്തരത്തിൽ മനുഷ്യർ തന്നെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആചാരാനുഷ്ഠാനമായിരിക്കാം. അത് ഒരു ആചാരാനുഷ്ഠാനം അനുസരിച്ച് ഒരു ഗ്രഹനാഥൻ വീടിൻ്റെ വെളിയിൽ ചെരുപ്പൊന്നും ധരിക്കാതെ ഓടി നടക്കുക. അങ്ങനെ ഓടി നടന്നുകൊണ്ട് കയ്യിൽ കരുതിയിരിക്കുന്ന പയറുമണികൾ മുകളിലേക്ക് വിതറി എറിയുക. അതിലൂടെ വീട്ടിൽ കുടികൊള്ളുന്ന പിശാചുകളൊക്കെ വേർപെട്ട് പോകുന്നതാണെന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ഇത്തരത്തിലുള്ള മതാചാരപ്രകാരമുള്ള സാക്രിഫൈസുകൾ നിർബന്ധമായി എല്ലാവരും ചെയ്യണമെന്നുള്ള ഒരു നിയമം പാസാക്കിയാണ്. അങ്ങനെ ചെയ്യാത്തവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് മുദ്ര കുത്തുകയും ചെയ്യുന്നതാണ്. പൊതുവായിട്ടുള്ള ഒരു വേദിയിലായിരിക്കും ഇത്തരത്തിലുള്ള സാക്രിഫൈസുകൾ നടപ്പിലാക്കുക.
അങ്ങനെ നടപ്പിലാക്കിയതിന് ശേഷം ആ നടപ്പിലാക്കിയ വ്യക്തിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. ഇപ്രകാരം ഇങ്ങനെ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഇതൊക്കെ തന്നെയും റോമൻ ആചാരമനുസരിച്ചുള്ള, റോമൻ മതപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളാണ്. അവരുടെ ദൈവസങ്കല്പം അനുസരിച്ച് അവർക്ക് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുന്നതോ അവരുടെ ആരാധനാക്രമങ്ങൾ ചെയ്യുന്നതോ ഒരു വലിയ പാപമായിട്ട് തന്നെയാണ് ക്രിസ്ത്യാനികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ ഇത് ചെയ്യാൻ മുതിരുന്നില്ല. അതുതന്നെയായിരുന്നു ഡെസിയസിനും വേണ്ടത്. ഇങ്ങനെ കൊല്ലാതെ വരികയാണെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ക്രൂരമായിട്ട് തന്നെയാണ് ക്രിസ്ത്യൻസിനെ ശിക്ഷിക്കുന്നത്. പലരെയും ചുട്ടു കൊല്ലാറുണ്ട്, ജീവനോട് തന്നെ കുഴിച്ചു മൂടാറുണ്ട്, ക്രൂരമായിട്ട് പൊതുസ്ഥലത്ത് വെച്ച് മർദ്ദിച്ച് കൊല്ലുന്നുണ്ട്. ആ കൂട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികൾ നേരിട്ടിട്ടുള്ള വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വലിയ പ്രോസിക്യൂഷൻ തന്നെയാണിത്. ഇതിനു മുമ്പും റോമൻ സാമ്രാജ്യത്തിലെ പല പ്രവിശ്യകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ റോമിൽ മൊത്തത്തിൽ അത് വലിയൊരു നിയമമാക്കി പാസ്സാക്കുന്നത് ഡെസിയസിൻ്റെ കാലഘട്ടത്തിലാണ്. റോമിലുണ്ടായിരുന്ന സെനറ്റ് അംഗങ്ങൾക്കോ പ്രൊട്ടേറിയൻ ഗാർഡിനോ മറ്റ് മിലിറ്ററി ഓഫീസർമാർക്കോ ഏതെങ്കിലും പ്രൊവിഷ്യയിലെ ഗവർണർമാർക്കോ ഈ ചെയ്തികളോട് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഇത് ശരിക്കും ആസ്വദിക്കുക തന്നെയാണ് ചെയ്തത്. ഡെസിയസിന് വലിയ വെല്ലുവിളികളൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ 251 AD ഒരു യുദ്ധം സംഭവിക്കുന്നുണ്ട്. ജർമ്മനിയുമായിട്ട് നടക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ്. റോമിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ എതിരാളികളുടെ ആക്രമണത്താൽ മരണമടയുന്ന ആദ്യത്തെ ചക്രവർത്തി അത് ഡെസിയസ് ആയിട്ട് മാറുകയാണ്. അത് റോമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയായിരുന്നു, വലിയൊരു നാണക്കേട് കൂടിയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ലോകത്തിലെ ഏറ്റവും കേമന്മാർ. അവരുടെ ആ കേമനായിട്ടുള്ള ചക്രവർത്തിയെ ഇതാ കൊന്നിരിക്കുന്നു. അതും പ്രാകൃത മനുഷ്യരായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ഗർമേനിയക്കാർ. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് ട്രൈബോനൈനസ് ഗോലസ് ആണ്. അദ്ദേഹം ഈ ഗർമേനിയുമായിട്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള മിലിറ്ററി ഓഫീസർമാർക്കും സെനറ്റ് അംഗങ്ങൾക്കും അതിനോടൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒന്നാമത് റോമക്കാർ നാണം കെട്ട് നിൽക്കുകയാണ്. ഈ ഗർമേനിയക്കാർ അവരുടെ ചക്രവർത്തിയെ കൊന്നിരിക്കുകയാണ്. അവരുമായിട്ട് തന്നെ ഒരു സമാധാന കരാർ ഉണ്ടാക്കാതെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നാണ് മറ്റുള്ള ആളുകൾ ചിന്തിച്ചത്. എല്ലാവർക്കും വലിയ രീതിയിലുള്ള ദേഷ്യമാണ് ഗോലസിനോട് തോന്നുന്നത്. ആ ദേഷ്യം ഒരു കൊലപാതകത്തിലാണ് അവസാനിക്കുന്നത്. 253 പട്ടാളക്കാർ തന്നെ ഗോലസിനെ കൊന്നു. അതിനുശേഷം ഒരു കമാൻഡറായ എമീലിയാനസ് ആണ് അടുത്ത ചക്രവർത്തിയായിട്ട് മാറുന്നത്. പക്ഷേ അയാൾക്ക് വെറും 3 മാസം മാത്രമാണ് ഭരിക്കാൻ സാധിച്ചത്. മറ്റൊരു മിലിറ്ററി കമാൻഡറായ വലേറിയൻ അയാളെ കൊല്ലുകയായിരുന്നു. കൊന്നിട്ട് വലേറിയൻ അടുത്ത ചക്രവർത്തിയായിട്ട് മാറി. വലേറിയൻ പിന്നീട് റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് മുറിച്ചു മാറ്റി. കിഴക്കൻ റോമും പടിഞ്ഞാറൻ റോമും. കിഴക്കൻ റോം ഭരിക്കുന്നത് വലേറിയൻ തന്നെയാണ്. എന്നാൽ പടിഞ്ഞാറൻ റോമിൻ്റെ അധികാരം കൊടുക്കുന്നത് അയാളുടെ മകനായിട്ടുള്ള ഗാലൈനസിനാണ്. അതിനുശേഷമുള്ള കാലഘട്ടം ശക്തമായിട്ടുള്ള യുദ്ധം നടന്നിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ്. പേർഷ്യൻ സാമ്രാജ്യം വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് കിഴക്കൻ റോമിലേക്ക് അഴിച്ചുവിടുന്നത്. 260 AD പേർഷ്യൻ ചക്രവർത്തിയായ ഷാപ്പൂർ ഒന്നാമനുമായിട്ട് ബാറ്റിൽ ഓഫ് ഏഡസ എന്ന പേരിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ വലേറിയനെ കീഴ്പ്പെടുത്തുകയാണ്. കീഴ്പ്പെടുത്തിയെന്ന് മാത്രമല്ല, അയാളെ യുദ്ധ തടവ് പുള്ളിയായിട്ട് മാറ്റുന്നുണ്ട്. അതും റോമിന് കനത്ത ഒരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് വലിയ രീതിയിലുള്ള മാനഹാനി ഉണ്ടായി. റോമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തടവ് പുള്ളിയായിട്ട് അവരുടെ ചക്രവർത്തി മാറുന്നത്. മാത്രമല്ല, ആ കിഴക്കൻ റോമിലെ കുറേയധികം ഭാഗം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. കിഴക്കൻ റോമിൻ്റെ അവശേഷിച്ച ഭാഗവും പടിഞ്ഞാറൻ റോമും ഇപ്പോൾ ഗാലൈനേസ് എന്ന വലേറിയൻ്റെ മകൻ്റെ അധികാര പരിധിയിലാണ് പെടുന്നത്. ഗാലൈനേസിൻ്റെ ഈ ഒരു കാലഘട്ടം റോമിന് വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ്. ഒരുപാട് ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. കൂടാതെ ബാഹ്യശക്തികൾ ഒരുപാട് ഇടപഴകുന്നുണ്ട്. ഗർമേനിയെ ആക്രമിക്കുന്നുണ്ട്. ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അവിടെ ട്രൈബൽസ് ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആക്രമണങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല, ഗാലൈനസ് നല്ലൊരു ലീഡറൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻട്രലൈസേഷൻ അവിടെ നഷ്ടപ്പെടുകയാണ്. റോം പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു മാറുകയാണ്. റോമിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഗാലിയസ് എന്ന ഒരു സാമ്രാജ്യമായിട്ട് മാറുന്നു. കൂടാതെ കിഴക്ക് ഭാഗം പാൽമെയർ എന്ന പേരിൽ വേറൊരു സാമ്രാജ്യമാകുന്നു.
പാൽമേർ ഭരിക്കുന്നത് ഒരു രാജ്ഞിയാണ്. സെനോബി എന്നാണ് ആ രാജ്ഞിയുടെ പേര്. ഈ യുദ്ധങ്ങളൊക്കെ തന്നെയും റോമിനെ സാമ്പത്തികമായിട്ടും തളർത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് റോം കടന്നു പോകുന്നത്. ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് റോമിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത്. അവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമിൻ്റെ ഈ ഒരു കനത്ത പരാജയത്തിന് പിന്നിലുള്ള കാരണം ദൈവകോപമാണെന്നാണ്. അതും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കോപം. ക്രിസ്ത്യാനികൾ തന്നെ ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. നിലവിലുള്ള ചക്രവർത്തിയായിട്ടുള്ള ഗാലനൈസിൻ്റെ പിതാവായിട്ടുള്ള പൂർവ്വ ചക്രവർത്തിയായ ഡെസിയസ് ആണ് ഡെസിയൻ പ്രോസിക്യൂഷൻ എന്ന പേരിൽ നിരവധി ക്രിസ്ത്യാനികളെ കൊന്നത്. അതിൻ്റെ പേരിൽ ദൈവം ഇപ്പോൾ കോപിച്ചിരിക്കുകയാണ്. ആ കോപം കാരണമാണ് റോം ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മിക്ക ആളുകളും വിശ്വസിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് നിരവധി ആളുകളാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഈ കാലഘട്ടത്തിൽ മതം മാറുന്നത്. ഈ പ്രചരണം ആ കാലഘട്ടത്തിലെ റോമൻ ചക്രവർത്തിയായിട്ടുള്ള ഗാലനൈനസ് പോലും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവ് നടപ്പിലാക്കിയ ഡെസിയൻ പ്രോസിക്യൂഷൻ അദ്ദേഹം നിർത്തലാക്കുകയാണ്. റോമിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉണ്ടായി വന്ന കിഴക്കൻ പ്രവിശ്യകളൊക്കെ ചേർന്നുണ്ടായ ഗാലിക് എന്ന സാമ്രാജ്യം, ആ സാമ്രാജ്യം അത് റോമിൻ്റെ ഭാഗമാണല്ലോ, അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഗാലനൈനസിന് ഉണ്ടാകുന്നുണ്ട്. അവശേഷിച്ച ആർമിയെ തട്ടിക്കൂട്ടി അവർ ഗാലിക് സാമ്രാജ്യത്തിനെതിരെ ഒരു യുദ്ധം ആഹ്വാനം ചെയ്യുകയാണ്. ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് നടന്നത്. രണ്ടും തുല്യ ശക്തർ തന്നെയായിരുന്നു. പക്ഷേ ആ യുദ്ധത്തിൽ ഗാലനൈനസ് മരണമടയുകയാണ്. പിന്നീട് ചക്രവർത്തിയാകുന്നത് ക്ലൗഡിയസ് ഗോത്തിക്കസ് അല്ലെങ്കിൽ ക്ലൗഡിയസ് രണ്ടാമനാണ്. അയാൾ ഒരു മിലിറ്ററി ഒഫീഷ്യൽ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു വലിയ യുദ്ധം വിജയിക്കാൻ ഇവർക്ക് സാധ്യമാകുന്നുണ്ട്. അത് റോമിന് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഗർമേനിയാണ് അവർ പരാജയപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് റോമക്കാർക്ക് പരാജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ വന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയ വിജയമാണ്. അവർ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുകയും ചെയ്തു. ക്ലൗഡിയസ് രണ്ടാമൻ്റെ കീഴിൽ റോമിന് പഴയ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെന്നും കൂടുതൽ ശക്തമായിട്ടുള്ളൊരു രാജ്യമായിട്ട് മാറാൻ സാധിക്കുമെന്നും എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ അവിടെ വിധി മറ്റൊരു രീതിയിലാണ് സഞ്ചരിച്ചത്. ക്ലൗഡിയസിന് ഒരു രോഗബാധ ഉണ്ടാകുന്നു. അതൊരു പ്ലേഗ് അല്ലെങ്കിൽ പകർച്ചവ്യാധിയാണെന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ക്ലൗഡിയസിന് മരണമടയേണ്ടി വന്നു. 268 AD അധികാരത്തിലേക്ക് വന്ന അദ്ദേഹം മരണമടയുന്നത് 270 AD വെറും 2 വർഷം മാത്രമാണ് അധികാരത്തിൽ ഇരുന്നത്. പക്ഷേ ആ 2 വർഷം റോമാക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. ക്വിൻറ്റിലസ് അധികാരത്തിലേക്ക് വരികയാണ്. പക്ഷേ ദുർബലനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ 3 മാസം മാത്രമാണ് അയാൾക്ക് ഭരിക്കാൻ സാധിച്ചത്. ക്വിൻറ്റിലസിനെ അട്ടിമറിച്ചുകൊണ്ട് അയാളെ കൊന്നുകൊണ്ട് ശക്തനായിട്ടുള്ള ഒരു മിലിറ്ററി ലീഡറാണ് അധികാരത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഒറേലിയൻ എന്നാണ്. ശക്തനായിട്ടുള്ള വളരെ ഊർജ്ജസ്വലിതനായിട്ടുള്ള ഒരു ചക്രവർത്തി തന്നെയായിരുന്നു. മുൻപ് മരിച്ച ക്ലൗഡിയസ് രണ്ടാമനോട് വളരെയധികം സാമ്യമുള്ള ഏതാണ്ട് അത്രയും തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒറേലിയൻ. മുൻപത്തെ ചക്രവർത്തിയായിരുന്ന ക്ലൗഡിയസ് രണ്ടാമൻ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഒറേലിയൻ അധികാരത്തിൽ വരുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. റോമിനെ പഴയ പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, അതിന് റോമിൽ നിന്നും വേർപെട്ട് പോയിട്ടുള്ള സാമ്രാജ്യങ്ങളെ ഒന്നിപ്പിക്കുക, യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഒറേലിയൻ ഒരു വലിയ പടയുമായിട്ട് ആദ്യം പോകുന്നത് റോമിൻ്റെ കിഴക്കു ഭാഗത്തുള്ള പലമേർ സാമ്രാജ്യത്തിലേക്കാണ്. റോമിൻ്റെ തന്നെ ഭാഗമായിരുന്ന സാമ്രാജ്യമാണ്. അവിടെ ഭരിക്കുന്നത് ക്വീൻ സിനോബിയയാണ്. ക്വീൻ സിനോബിയെ 272 AD നടന്ന യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ആ പ്രദേശം റോമിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു മിലിറ്ററി ഫോഴ്സുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു റോമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗാലിക് ഡൈനാസ്റ്റി. 274 AD ആയപ്പോഴേക്കും അവരെയും കീഴ്പ്പെടുത്താൻ ഒറേലിയന് സാധ്യമാകുന്നുണ്ട്. അങ്ങനെ റോം അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. പണ്ടുണ്ടായിരുന്ന അത്രയും തന്നെ വലിപ്പത്തിലേക്ക് റോം മാറിയിരിക്കുകയാണ്. അതിൻ്റെ അതിർത്തികളൊക്കെ വീണ്ടും പ്രിസർവ് ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് സൈനികരെ അവിടെ വിന്യസിക്കുന്നുണ്ട്. റോമിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള റോമൻ പട്ടണം, ആ പട്ടണത്തെയും സംരക്ഷിക്കണം. അതിനുവേണ്ടി ഒറേലിയൻ വാൾ എന്ന പേരിൽ ഒരു പടുകൂറ്റൻ ഭിത്തി തന്നെ അല്ലെങ്കിൽ മതിൽ തന്നെ സൃഷ്ടിക്കുകയാണ്. പക്ഷേ 275 AD ഒരു വലിയ റൂമർ പ്രചരിക്കുന്നുണ്ട്. ഒറേലിയൻ കുറേയധികം മിലിറ്ററി ഓഫീസർമാരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് ഈ മിലിറ്ററി ഓഫീസർമാരുടെ ചെവിയിൽ തന്നെ എത്തിച്ചേരുന്നുണ്ട്. അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുകയാണ്. ചക്രവർത്തിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന. അതിൻ്റെ ഭാഗമായിട്ട് 275 AD ചക്രവർത്തിയെ കൊല്ലുന്നുണ്ട്.
റോമിനെ അതിൻ്റെ പഴയ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവന്ന കൂടുതൽ ശക്തനാക്കിയ മിടുക്കനായിട്ടുള്ള ഒരു ചക്രവർത്തി അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അതൊരു റൂമർ മാത്രമായിരുന്നു എന്ന് പിന്നീടാണ് ആ മിലിറ്ററി ഓഫീസേഴ്സിന് അറിയാൻ സാധിച്ചത്. റോമൻ ചക്രവർത്തിക്ക് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. അവർ തെറ്റിദ്ധരിച്ചായിരുന്നു ആ കൊലപാതകം നടത്തിയത്. അവരെ അത് വലിയ രീതിയിൽ തന്നെ വേട്ടയാടുന്നുമുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മാസങ്ങളിലൊന്നും പുതിയൊരു ചക്രവർത്തിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. റോമിൽ ഒരു ചക്രവർത്തിയും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കുറച്ച് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ സെനറ്റ് അംഗങ്ങൾ ഒരു പേര് നിർദ്ദേശിക്കുകയുണ്ടായി. ടസിറ്റസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. അയാളെ അടുത്ത ചക്രവർത്തിയാക്കി മാറ്റണം. അത്ഭുതമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മിലിറ്ററി പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കുകയായിരുന്നു. വളരെ റെയറായിട്ട് മാത്രമേ സെനറ്റ് അംഗങ്ങളും മിലിറ്ററിയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരാളെ ചക്രവർത്തിയായിട്ട് കൊണ്ടുവരികയുള്ളൂ. അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം തന്നെ ഉണ്ട്. ഈ ടസിറ്റസ് എന്ന് പറയുന്ന വ്യക്തി വളരെയധികം പ്രായം ചെന്ന ഒരു സെനറ്റ് അംഗമാണ്. അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 75 വയസ്സായിരുന്നു. വെറും 6 മാസം മാത്രമാണ് ടസിറ്റസിന് ഭരിക്കാൻ സാധ്യമായത്. 6 മാസങ്ങൾക്ക് ശേഷം വാർദ്ധക്യ സഹജമായിട്ടുള്ള കാരണങ്ങളാൽ ടസിറ്റസ് മരണമടഞ്ഞു. ഇതിനുശേഷം അധികാരത്തിലേക്ക് വരുന്നത് ടസിറ്റസിൻ്റെ സഹോദരനാണ്. ഫ്ലോറൈനസ് എന്നാണ് അയാളുടെ പേര്. പക്ഷേ അയാൾക്ക് ഒരു 2 മാസം മാത്രമേ ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. 2 മാസത്തിന് ശേഷം അയാളെയും കൊന്നുകളഞ്ഞു. പ്രോബസ് എന്ന ഒരു മിലിറ്ററി ഓഫീസറും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് അംഗങ്ങളുമായിരുന്നു ആ കൊലപാതകം നടത്തിയത്. ഒരു വലിയ അട്ടിമറിയിലൂടെ പ്രോബസ് അങ്ങനെ ചക്രവർത്തിയായി മാറി. പ്രോബസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒറേലിയനോട് സാമ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. പ്രോബസിൻ്റെ കീഴിൽ റോം കുറച്ചുകൂടെ ശക്തമായിട്ട് മാറാൻ തുടങ്ങി. മിലിറ്ററി കുറച്ചുകൂടെ പവർഫുള്ളായി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അയാൾ ഒരുപാട് പരിഷ്കാരങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പരിഷ്കാരമാണ് അയാളുടെ ട്രൂപ്പിലുള്ള പട്ടാളക്കാർ ജനസേവനം നടത്തണം. യുദ്ധം ചെയ്യുക മാത്രമല്ല, യുദ്ധമില്ലാത്ത സമയങ്ങളിൽ പൊതുവായിട്ടുള്ള ജോലികൾ ചെയ്യേണ്ടതാണ്, പബ്ലിക് വർക്കുകൾ ചെയ്യേണ്ടതാണ്, റോഡ് നിർമ്മാണത്തിൽ സഹായിക്കേണ്ടതാണ്, കൃഷി ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും പട്ടാളക്കാർക്ക് ഇതൊട്ടും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ തലമൂത്ത മിലിറ്ററി ഓഫീസർ കൂടിയായിരുന്നു ആ വ്യക്തി. അതൊന്നും വകവയ്ക്കാതെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ സുഖകരമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടി പ്രോബസിനെ അവർ കൊല്ലുകയാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, നിങ്ങൾക്ക് പലർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റോം ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഭരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് തന്നെ അടുത്ത ചരിത്രഭാഗം പരിശോധിക്കാം.